Oléis. 20 വയസ്സിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് ജോലി പോയി. കുറെ റിജക്ഷൻസിന് ശേഷം പാരറ്റ് സ്നാക്സ് കമ്പനിയിൽ സെയിൽസ് പേഴ്സൺ ആയി ജോലി കിട്ടി. അത് ഹെർമൻ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. സെയിൽസ് ജോബ് എക്സ്പീരിയൻസ് സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ഹെർമനെ ഹെൽപ്പ് ചെയ്തു. ബിസിനസ് സക്സസ് ആവുകയും താൻ മുന്നേ വർക്ക് ചെയ്ത കമ്പനി സ്വന്തമാക്കാനും ഹെർമന് സാധിച്ചു. എന്നാൽ സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ഇവർക്ക് നിർമ്മാണം നിർത്തിവെക്കേണ്ടതായി വന്നു. ആദ്യം തിരിച്ചടിയായെങ്കിലും പിന്നീട് സാഹചര്യം അനുകൂലമായി. ലേസിന്റെ പ്രത്യേകത കൂടുതൽ കാലം സൂക്ഷിച്ചു വെക്കാൻ കഴിയും എന്നായതുകൊണ്ട് തന്നെ നിർമ്മാണം വീണ്ടും തുടങ്ങി. യുദ്ധം അവസാനിപ്പിച്ചപ്പോഴേക്കും അമേരിക്കയിലെ രണ്ടാമത്തെ വലിയ ഫുഡ് കമ്പനിയായി മാറാൻ ലേസിന് കഴിഞ്ഞു. No lace, no game. പാക്കിംഗ് ക്വാളിറ്റി, കളർ, ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ഇതൊക്കെ കൂടുതൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചിപ്സ് മാർക്കറ്റിന്റെ 50% ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്ന ലേസ് ആണ്. 10 വയസ്സിൽ വീടിനടുത്ത് തട്ടുകട നടത്തിയ പയ്യന്റെ ഹാർഡ് വർക്ക് ആൻഡ് പെർസിവറൻസ് എല്ലാം കൊണ്ട് ഇന്ന് നേടിയെടുത്തത് അയാൾ സ്വപ്നം കണ്ടതുപോലെ ഒരു സക്സസ്ഫുൾ ബ്രാൻഡാണ്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ലേസ് ഫ്ലേവർ ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട.